ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് സർക്കാർ വകുപ്പിൽ സ്ഥിര നിയമനത്തിൽ ഡ്രൈവറാകാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ആരും ഉപേക്ഷ വിചാരിക്കരുത്, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 524/2024. വകുപ്പ് വനം വന്യജീവി. തസ്തികയുടെ പേര് ഫോറസ്റ്റ് ഡ്രൈവർ. ശമ്പളം 26,500 മുതൽ 60,700 വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിലാണ്. കൊല്ലം ജില്ലയിൽ ഒന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ബാക്കിയുള്ളത് പ്രതീക്ഷിത ഒഴിവുകളാണ്, ആയതിനാൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒഴിവുള്ള ജില്ലകളുടെ പേര് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായപരിധി 23 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ 2/1/1988 1/1/2001 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ളവർക്കും ഉയർന്ന പ്രായപരിധിയിൽ പൊതുവ്യവസ്ഥകൾ അനുസരിച്ചുള്ള ഇളവുണ്ടായിരിക്കും. യോഗ്യത SSLC അല്ലെങ്കിൽ ഭാരത സർക്കാരോ കേരള സർക്കാരോ അംഗീകരിച്ച തതുല്യ പരീക്ഷ ജയിച്ചിരിക്കണം. എല്ലാ ഉദ്യോഗാർത്ഥികളും എല്ലാത്തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങളും LMV, HGMV ആൻഡ് HPMV ഓടിക്കാനുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും മോട്ടോർ വാഹനങ്ങൾ ഓടിച്ചുള്ള 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് പ്രാവീണ്യം തെളിയിക്കുന്ന ഒരു പ്രായോഗിക പരീക്ഷ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്നതാണ്. ഡ്രൈവറായുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിന് താഴെ പറയുന്ന മാതൃകയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ മാതൃക പ്രകാരം വേണം സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ. സാക്ഷ്യപത്രമുണ്ട്, അതുപോലെ സത്യവാങ്മൂലവും സമർപ്പിക്കേണ്ടതുണ്ട്. എല്ലാത്തിൻ്റെയും മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യുക. അടുത്തത് ശാരീരിക യോഗ്യതകളെക്കുറിച്ച് നോക്കാം. ഉയരം 168 സെന്റിമീറ്ററിൽ കുറയരുത്. നെഞ്ചളവ് നെഞ്ചിന് ചുറ്റും കുറഞ്ഞത് 81 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ വികസിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 160 സെന്റിമീറ്റർ ഉയരം മതിയാകും. എന്നാൽ മേൽപ്പറഞ്ഞ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും നെഞ്ചളവിൽ കുറഞ്ഞത് 5 സെന്റിമീറ്റർ വികസനം എന്ന നിബന്ധന ബാധകമാണ്. കായികക്ഷമതാ പരീക്ഷ. നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ പുരുഷന്മാർക്കുള്ള 1 സ്റ്റാർ നിലവാരത്തിലുള്ള താഴെ പറയുന്ന 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. ഇനങ്ങൾ: 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടണം. ഹൈ ജമ്പ് 132.2 സെന്റിമീറ്റർ ചാടണം. ലോങ് ജമ്പ് 457.2 സെന്റിമീറ്റർ ചാടണം. പുട്ടിംഗ് ദ ഷോട്ട് പുട്ട് 7264 ഗ്രാം ഷോട്ട് പുട്ട് 609.6 സെന്റിമീറ്റർ ദൂരത്തേക്ക് എറിയണം. ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ 6096 സെന്റിമീറ്റർ ദൂരത്തേക്ക് എറിയണം. റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് റോപ്പിൽ കയറേണ്ടത് 365.8 സെന്റിമീറ്റർ. പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ പറയുന്ന പ്രകാരമുള്ള മെഡിക്കൽ നിലവാരം ഉണ്ടായിരിക്കണം. ചെവിക്ക് നല്ല കേൾവിശക്തി ഉണ്ടായിരിക്കണം. കണ്ണടയില്ലാതെ നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. കാഴ്ചശക്തിയുടെ അളവുകൾ പറയുന്നുണ്ട്. ദൂരക്കാഴ്ച 6/6 സെല്ലൻ 2 കണ്ണിനും. സമീപ കാഴ്ച 0.5 സെല്ലൻ. കളർ വിഷൻ സാധാരണയായിരിക്കണം. നിശാന്തത ഉണ്ടായിരിക്കരുത്. അതുപോലെ പേശികളും സന്ധികളും തളവാദം ബാധിക്കാത്തതും എല്ലാ സന്ധികളും ആയാസരഹിതമായി ചലിപ്പിക്കാനാവുന്നതുമായിരിക്കണം. നാഡീവ്യൂഹം പൂർണ്ണക്ഷമതയുള്ളതും പകർച്ചവ്യാധികളിൽ നിന്നും വിമുക്തമായതും ആയിരിക്കണം. ശാരീരിക യോഗ്യതയും കണ്ണട കൂടാതെയുള്ള കാഴ്ചശക്തിയും തെളിയിക്കുന്നതിന് താഴെ കൊടുത്തിട്ടുള്ള മാതൃകയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അസൽ കായികക്ഷമതാ പരീക്ഷ അല്ലെങ്കിൽ പ്രായോഗിക പരീക്ഷ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 2 തരത്തിലാണ്. ഒന്ന് ഓഫ്താൽമോളജിസ്റ്റിനെ കൊണ്ട് കണ്ണിന്റെ സർട്ടിഫിക്കറ്റും, അതുപോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർജനെ കൊണ്ടുമാണ് നൽകേണ്ടത്. ഇത് രണ്ടിന്റെയും മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനം മുഖേന ഫോറസ്റ്റ് ഡ്രൈവർമാരായി നിയമിതരാകുന്നവർ 3 മാസം ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂളിൽ പരിശീലനത്തിൽ ഏർപ്പെടേണ്ടതാണ്. ആ പരിശീലനത്തിൽ വിജയിക്കാത്തവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്.
ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതിയ പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥികളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും മാറ്റമില്ല. അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല. ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റൗട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റൗട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കുകയും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. ഇത്രയുമാണ് ഈ തസ്തികയെക്കുറിച്ചുള്ള വിവരങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.